വൃദ്ധസദനത്തിൽ വിടുന്നത് ഒരിക്കലും അവരോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. നമ്മളെ ഇത്രയും നാൾ നോക്കി വളർത്തിയ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അവർ നല്ലോണം നോക്കുന്നതിനായിട്ട് വൃദ്ധസദനം പോലുള്ള സ്ഥാപനങ്ങളിൽ അവരെ വിടുന്നത് ഏറ്റവും നല്ലതാണ്. വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലിൽ നിന്നും അവർക്കൊരു സംരക്ഷണം ലഭിക്കുകയാണ്. പിന്നെ സമാന ചിന്താഗതിയിലുള്ളവരോടൊപ്പമുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ അവർ വളരെ സന്തോഷവാനായിരിക്കും. പിന്നെ വൃദ്ധസദനങ്ങൾ പോലുള്ള സ്ഥലങ്ങളിൽ അവർക്ക് കൃത്യസമയത്തുള്ള ഭക്ഷണം, മരുന്ന്, ചികിത്സ എല്ലാം ലഭ്യമാകുന്നതാണ്. കൂടാതെ അവർക്ക് മെന്റലായി നല്ലൊരു ആരോഗ്യത്തിന് വേണ്ടി യോഗ പോലുള്ള പരിപാടികളും അവിടെ ഏർപ്പെടുന്നുണ്ട്. നമ്മൾ വൃദ്ധസദനത്തിൽ നിൽക്കുമ്പോൾ ഭക്ഷണങ്ങൾ കിട്ടുമോ എന്തോ ഉറപ്പുണ്ടാവും. നമ്മുടെ കുടുംബത്തിൽ ഒരു വിള്ളല് വരെ വീഴുന്നത് കാരണമാണ് വൃദ്ധസദനം എന്നുവെച്ചാൽ ശരണാലയം. അതുകൊണ്ട് ഇങ്ങനെ മാതാപിതാക്കളെ അവിടെ വിടുന്നത് ശരിയായ കാര്യമല്ല. ഇപ്പോൾ മാതാപിതാക്കൾ അത് നല്ലൊരു കാര്യമല്ല. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി വിദേശത്ത് പോവുകയാണ്. അപ്പോൾ നാട്ടിലുള്ള അവരുടെ മാതാപിതാക്കൾ ഒറ്റയ്ക്കാണ്. ഇവർക്കൊരിക്കലും അവരുടെ കൂടെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല. പ്രത്യേകിച്ച് കിടപ്പിലായ മാതാപിതാക്കളെ ഒരിക്കലും വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവരെ ശുശ്രൂഷിക്കാനും അവർക്ക് സമയത്തുള്ള മരുന്നും ആഹാരവും ചികിത്സയും എല്ലാം ഉറപ്പാക്കുന്നതിന് വേണ്ടി അനാഥാലയങ്ങൾ പോലുള്ള സ്ഥാപനങ്ങളിൽ അവരെ ആക്കുന്നത് ഏറ്റവും ഉചിതമാണ്. അതുകൊണ്ട് തന്നെ വിദേശത്തായിട്ടുള്ള മക്കൾക്ക് മാതാപിതാക്കളെ ഓർത്ത് ഒരിക്കലും മാതാപിതാക്കളുടെ പിള്ളേരെ ജോലി ചെയ്യുമ്പോൾ മാതാപിതാക്കൾ കൂടെ വരുന്നില്ല എന്നതുകൊണ്ടാണ് വൃദ്ധസദനത്തിൽ പിള്ളേർ വീട്ടുകാരെ വൃദ്ധസദനത്തിലേക്ക് വിടുന്നത്. മാതാപിതാക്കളെ സുരക്ഷിതരായി പ്രാർത്ഥിക്കുന്ന ഇടങ്ങളാണ് വൃദ്ധസദനങ്ങൾ. മെന്റലായിട്ടും ഫിസിക്കലായിട്ടും ഒരേ പ്രായത്തിലുള്ളവരുടെ കൂടെ കഴിയാനും മാതാപിതാക്കൾക്ക് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ സാഹചര്യത്തിലുമാകുന്ന ആളുകൾക്ക് പരസ്പരം സംസാരിക്കാനും ഇത്രയും പോറ്റി വളർത്തിയ നമ്മുടെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് അവരെ ശുശ്രൂഷിക്കേണ്ടതും അതുപോലെ തന്നെ അവരെ പരിപാലിക്കേണ്ടതും. അതുകൊണ്ടാണ് നമ്മൾ അവരെ വൃദ്ധസദനത്തിലേക്കും അതുപോലെ തന്നെ മറ്റുള്ള ആശ്രമങ്ങളിലേക്കും മാറ്റുന്നത്. ഇന്നത്തെ കാലത്ത് കുടുംബ ബന്ധങ്ങൾ തകരുന്നതിന് മെയിൻ അടിസ്ഥാന കാരണമാണ് വൃദ്ധസദനങ്ങൾ. പണത്തിൻ്റെയും സ്വത്തിൻ്റെയും പേരിൽ കുട്ടികൾ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി വിടും. ഇന്നത്തെ കാലത്ത് യുവജനങ്ങൾക്ക് നല്ല തൊഴിൽ തേടി വിദേശങ്ങളിലേക്കും ദൂരദേശങ്ങളിലേക്കും പോകുന്നത് സാധാരണമാണ്. ഈ സാഹചര്യത്തിൽ മാതാപിതാക്കളെ ഒറ്റയ്ക്ക് വീടുകളിൽ താമസിക്കുന്നത് പലപ്പോഴും സുരക്ഷിതമല്ലാത്ത കാര്യമാണ്. വൃദ്ധസദനങ്ങൾ അത്തരം മാതാപിതാക്കൾക്ക് സുരക്ഷിതവും ചിട്ടയായതുമായ ഒരു ജീവിതം ഉറപ്പു നൽകുന്നു. അവിടെ അവർക്ക് ആരോഗ്യപരമായ പരിചരണം, കൃത്യമായ ഭക്ഷണം, സാമൂഹ്യപരമായ ഇടപെടാനുള്ള അവസരങ്ങൾ എന്നിവയെല്ലാം ലഭിക്കുന്നു. ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നതിനേക്കാൾ സന്തോഷകരവും സുരക്ഷിതവുമായ ഒരു അന്തരീക്ഷം വൃദ്ധസദനങ്ങൾ നൽകുന്നുണ്ടെന്നും ഇത് മക്കളുടെ മനസ്സിൽ ഒരു ഭാരമാകാതെ അവർക്ക് തങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. കുട്ടികൾക്ക് മാതാപിതാക്കളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ് വൃദ്ധസദനങ്ങളിലേക്ക് ഇവരെ അയക്കുന്നത്. അവർക്ക് മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ സമയമില്ലാത്തത് കൊണ്ടായിരിക്കും അവരെ ശരണാലയങ്ങൾ പോലുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി വിടുന്നത്. പിന്നെ പൈസയ്ക്ക് വേണ്ടിയല്ല, അവർ മാതാപിതാക്കളുടെ സുരക്ഷയും ഉറപ്പാക്കുന്നു. പിന്നെ കുട്ടികൾ സമ്പാദിക്കുന്നത് അവരുടെ പുതിയ തലമുറയെ വാർത്തെടുക്കാനാണ്. അതുകൊണ്ട് തന്നെ അവരെ ശരണാലയങ്ങൾ പോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നത് ഏറ്റവും ഉചിതമാണ്. കൃത്യസമയത്തുള്ള ആഹാരം, ഭക്ഷണം, വ്യായാമം ഇതൊക്കെ അവരെ കൂടുതൽ കംഫർട്ടബിൾ ആക്കാൻ സഹായിക്കും. അവരുടെ ഒറ്റപ്പെടലുകളെ മാറ്റാനും ഇത് സഹായിക്കും. കൂടുതൽ കൂട്ടുകളും അവരുടെ
സന്തോഷിപ്പിക്കാൻ സഹായിക്കും. പ്രായമുള്ള മാതാപിതാക്കൾ സുരക്ഷിതരാണ് എന്നറിയുമ്പോൾ കുട്ടികൾക്കുള്ള സമാധാനത്തെയും ഇത് സഹായിക്കുന്നു. വൃദ്ധരായ അമ്മമാരെ